ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വേൾഡൊക്കെ സീരീസിലെ 4ാമത്തെ ഐറ്റമാണ്. അതൊരു ക്ലേ ആർട്ടാണ്. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ക്യാൻവാസ് പഴയൊരു ഫോട്ടോ ഫ്രെയിമിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തുള്ളതാണ്. അപ്പോൾ ഇത് ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ടേപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ 4 സൈഡും ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ബോർഡർ ഒരു ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ ഒരു ബോർഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വർക്കിനൊക്കെ ഒരു ഫിനിഷിങ്ങിൽ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഫെവിക്രൈലിൻ്റെ മൗൾഡിറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചിത്രം ഒരു റഫ് സ്കെച്ച് വരച്ചിട്ടുണ്ട്. നമ്മൾ ഫെയറി ലാൻഡാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു റഫായിട്ടുള്ള ചിത്രം നമുക്ക് നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെയറി ലാൻഡ്, ഫെയറി വേൾഡൊക്കെ കിട്ടും. ഫാൻറ്റസി വേൾഡ് എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പം അങ്ങനെ കുറേ ഞാൻ റെഫറൻസ് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ചിത്രം ഞാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന ചിത്രം നോക്കിയിട്ടല്ല, എല്ലാം കൂടി ഒരുമിച്ചിട്ട് എൻ്റേതായ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള വർക്കാണിത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മരമാണ്. മരം എന്ന് പറയുമ്പോൾ ഫെയറി ലാൻഡിലുള്ള പോലെ മരത്തിലെ വീട്, വാതിൽ, ചവിട്ടുപടികൾ അങ്ങനെയൊക്കെയുള്ളൊരു മരങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ തന്നെ ഒരു മരം എങ്ങനെയാണ്, മരവും പീക്കോക്ക് അങ്ങനത്തെ ഒരു ബോട്ടിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നുണ്ട് ഒരു മരം എങ്ങനെയാണ് ക്ലേ വെച്ച് ചെയ്യണതെന്നും പിന്നെ പെയിൻറ്റ് ചെയ്യണതെന്നൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഫെയറി ലാൻഡിലെ മരമാണ് കേട്ടോ. നമ്മളിങ്ങനെ ചുരുട്ടിയിട്ടൊക്കെ വെച്ച് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3D എഫക്റ്റ് കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 3-4 കൂണുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മരത്തിൻ്റെ ഇലകളൊക്കെ ചെയ്യുന്നത് ഇതേപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് പീസ് ഇങ്ങനെ തേച്ച് അതിൽ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ മരത്തിൻ്റേതായ നാച്ചുറൽ ലുക്ക് ഉണ്ട്, കുറച്ച് പൊത്തുകൾ, കുണ്ടും കുഴിയും അതൊക്കെ നമ്മൾ അതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ മരം ചെയ്യണം. ഒരുവിധം ക്ലേ വർക്ക് കഴിയാറായിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് പുല്ല് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഫെയറി ഹൗസായിട്ട് നമ്മൾ ചെയ്യുന്നത് കൂണിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഫെയറി ഹൗസ് പല മോഡലിൽ നമുക്ക് പിക്ചേഴ്സ് കിട്ടും. ഈ കൂണിൽ തന്നെ പല മോഡൽ ഫെയറി ഹൗസുകളുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫെയറി ഹൗസാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ മരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വാതിലിന് ചവിട്ടുപടികൾ അങ്ങനെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ക്ലേ കൊണ്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പെയിൻറ്റിങ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളത് മരത്തിൻ്റെ ഇംപ്രഷൻസൊക്കെ നമ്മൾ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ, കത്തി അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇലകളൊക്കെ പിന്നെ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടുള്ള ഉണ്ടാവില്ലേ, പിന്നെ പായൽ പൂപ്പലൊക്കെ പോലെ ഉണ്ടാവില്ലേ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ, അതൊക്കെ നമ്മൾ ഇതേപോലെ പേന വെച്ച് കുത്തി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ. പിന്നെ ഈ ഇലകളൊക്കെ ഇതേപോലെ ചെരിച്ചിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലയുടെ ഷേപ്പ് വരും. പിന്നെ കുഞ്ഞ് ലീഫൊക്കെ നമ്മളിങ്ങനെ ക്ലേയിൽ ഉണ്ടാക്കണം. അതിനെക്കാട്ടിയൊക്കെ ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള കാര്യം ഇങ്ങനെ തന്നെ ചെയ്യണതാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ഫെയറി ഹൗസിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പല മോഡലുകളുണ്ട്, നമുക്ക് ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ റെഫറൻസ് നോക്കിയിട്ട് അതേമാതിരി ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ക്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഫുള്ള് പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ട്രീക്ക് ഫുള്ള് നമ്മൾ ബ്ലൂ അടിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുള്ള് ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കൂണിനും നമ്മുടെ ബാക്കിയുള്ളതിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂണിന് നമ്മൾ ചെയ്യുന്നത് ബ്ലൂ, പിങ്ക്, ഓറഞ്ച് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മരത്തിൻ്റെ മുകളിൽ നമ്മൾ ഓറഞ്ച് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മഞ്ഞ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ തടിയുടെയൊക്കെ ഒരു കളർ കിട്ടും, നാച്ചുറൽ കളർ കിട്ടും. പിന്നെ നമ്മൾ ഇലയ്ക്കൊക്കെ നമ്മൾ ഗ്രീന് അടിച്ചു കൊടുത്തതിന് ശേഷം മഞ്ഞ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ട്രീയുടെ ഒരു പകുതി പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഫെയറി ഹൗസ് നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ റെഡ്, ഓറഞ്ച്, ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ ഒക്കെ കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഫെയറി ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫാൻറ്റസി ഒരു ഹൗസ് തന്നെയാണ് നമുക്ക്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചുമരിനൊക്കെ നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുത്തുള്ളത്. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആദ്യം തന്നെ വൈറ്റ് അക്രൈലിക് കളർ അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ബ്ലൂവും പിന്നെ അപ്പുറത്തെ സൈഡിൽ പച്ചയാണ് കേട്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലാവുമല്ലോ, നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ
ഇവിടെയൊക്കെ ആയിട്ട് 2-3 മരങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ മരം എന്ന് പറയുമ്പോൾ ഒരു വാതിലൊക്കെ ഉള്ള ഒരു മരം നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പം മെയിനായിട്ട് നമ്മുടെ ഈ ഫെയറി ഹൗസ്, അതായത് ഫെയറി ലാൻഡിലൊക്കെ നമ്മൾ അതിൻ്റെ പിക്ചേഴ്സൊക്കെ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്, നീല, പച്ച, മഞ്ഞ, വൈറ്റ് അങ്ങനത്തെ ഉള്ള കളേഴ്സൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ അതാണ് ഞാൻ കൂടുതലും ഇതിൽ ഇതേപോലെ വൈറ്റും ബ്ലൂവും ഗ്രീനൊക്കെ ഇങ്ങനെ കൂടുതലും കൊടുക്കാൻ കാരണം. അങ്ങനെ നമ്മൾ 2 മരങ്ങളും വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫെയറി ഹൗസിന് കുറച്ച് ചവിട്ടുപടികൾ പോലെ വരച്ചു കൊടുക്കുകയാണ്. ഇത് ക്ലേയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. എൻ്റെ ക്ലേ കഴിഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. പിന്നെ നമ്മൾ ബ്ലാക്ക് കൊണ്ടൊക്കെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത് ബാക്കിയുള്ള ഷെയ്ഡുകളൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് ഇല്ലെങ്കിൽ ബ്ലൂ കൊണ്ടൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ മരത്തിൻ്റെ ഉള്ളിലത്തെ വാതിലിനൊക്കെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പറ്റുന്ന പോലെ, നമുക്കറിയുന്ന പോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതേപോലെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് റെഫറൻസിന് വല്ല പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ഷെയ്ഡ് ചെയ്യാനും ശ്രമിക്കാം. പരമാവധി എത്രത്തോളം നമ്മൾ ഭംഗിയാക്കുന്നോ അത്രയ്ക്കും ഭംഗി നമ്മുടെ പിക്ചറിനുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ 2-3 കുറച്ച് വള്ളികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ നീല പെയിൻറ് ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ള കൊണ്ടൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനം എല്ലാ വർക്കും കഴിയുമ്പോൾ നമ്മൾ ബോർഡറായിട്ട് ചുറ്റിയിട്ടുണ്ടായിരുന്ന ടേപ്പ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് എന്ന് പറയണത്. ആ ബോർഡർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത കാരണം കൊണ്ട് ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വർക്കിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലേ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ കുറേ പൂക്കളും കുറച്ച് കൂണുകളും ഒക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇലകളും പുല്ലൊക്കെ പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻറ്റസി ലാൻഡ്, നമ്മുടെ ഫെയറി വേൾഡ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. സിമ്പിളാണ്. ഞാൻ ഇതൊരു മൗൾഡിറ്റ് പാക്കറ്റ് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ്, ഒരു 3/4 പോർഷനോളം അതിന് യൂസ് ചെയ്യും. പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ അറിയുന്ന പോലെ നമ്മൾ ചെയ്യാം, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ക്യാൻവാസ് ബോർഡിലോ അല്ലെങ്കിൽ കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ നമുക്ക് കുപ്പിയിൽ വരെ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാൻവാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് കുപ്പിയിലായാലും അല്ലെങ്കിൽ കാർഡ് ബോർഡ് പീസിൽ, കേക്ക് ബോർഡിൽ ഒക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ട്രൈ പിക്കൊക്കെ നമുക്ക് അയച്ചു തരണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസും കിട്ടും കേട്ടോ. താങ്ക് യു.